നമുക്കേ ഇതുപോലൊരു അടിപൊളി ചിക്കൻ ഉണ്ടാക്കണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റിയാണ്, സൂപ്പറാണ്. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. നമുക്കിതിന് കുറച്ച് സോസൊക്കെ വേണമെന്നുള്ളൂ. നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ. കണ്ടോ എന്ത് രസമാണ് കാണാൻ, നോക്കി നല്ല കളർഫുള്ളൊക്കെ ആയിട്ട്. അയ്യോ, ആ ക്യാപ്സിക്കത്തിൻ്റെ കളറും ചിക്കനും എല്ലാം കൂടി ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. നമ്മളത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ഒരു പാൻ എടുത്തു. ആ പാനിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറാണ് ഇടുന്നത്. കുറച്ച് ബട്ടർ ഇട്ടു. പിന്നെ നമ്മൾ കുനുകുനരിഞ്ഞ നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ, അതാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ, അപ്പോഴേ ഇതിന് നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. കണ്ടോ, ഒന്നുകൊണ്ട് വഴറ്റുമ്പോൾ നമ്മളെ പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ നമ്മളെ ചിക്കനാണ്. ചിക്കൻ നമ്മളെ നീളത്തിലായിട്ട് അരിഞ്ഞിരിക്കുന്നത് ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നല്ല രസമായിട്ട് നീളത്തിൽ നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ വറക്കുക. ഒന്നുകൂടി വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഡാർക്ക് സോയ സോസില്ലേ, അത് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ എന്താ രസമാണ് നോക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? കുറച്ച് ഓയിസ്റ്റർ സോസ് ഇതും കൂടെ ഒഴിക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ കേട്ടോ. നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് നമ്മളിത് രണ്ടും ഇട്ട് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് നമ്മൾ ഇട്ടാൽ കേട്ടോ. അയ്യോ, നമ്മൾ ഈ സോസ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് നല്ല രസം. കേട്ടോ, ഇതേമാതിരി നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? കുറച്ച് ആവശ്യത്തിന് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ, കാരണം ഈ സോയ സോസിലൊക്കെ നല്ല ഉപ്പുണ്ട്. പിന്നെ നമ്മളെന്താണ്, നമ്മുടെ ക്യാപ്സിക്കം, നമ്മൾ 2 കളറിലെ ക്യാപ്സിക്കം എടുത്തിരിക്കും കേട്ടോ. ഒന്ന് റെഡും ഒന്ന് യെല്ലോയും. കണ്ട, ആ മഞ്ഞയും ആ ചുവപ്പും ആ ചിക്കൻ്റെ വെള്ളയും എല്ലാം കൂടി കാണുമ്പോൾ നല്ലൊരു രസമല്ലേ കാണാൻ. കണ്ട, എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഇടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഹൈ ഫ്ലെയിമിൽ തന്നെ എല്ലാം ചെയ്യണം കേട്ടോ. നല്ലതായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി, നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുറച്ച് സ്പ്രിംഗ് ഒണിയൻ, അതും നമ്മൾ നീളത്തിൽ തന്നെ അരിഞ്ഞണം കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് കണ്ട നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ റെഡിയായി. ഒരു വെറൈറ്റി ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ഇല്ലേ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കുക. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്കത് വെറുതെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. കണ്ട, അപ്പോൾ ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഈ 2 സോസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് പച്ചമുളകിൻ്റെ എരിവുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലിട്ട് വെതറി കൊടുത്താണല്ലോ സൂപ്പർ ടേസ്റ്റ്. നമ്മൾക്ക് എന്താ വെച്ചാൽ ഓൾറെഡി പച്ചമുളകിൻ്റെ എരിവുണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മളത് എരിവ് വേണ്ട വെച്ചിട്ടാണ് കേട്ടോ. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു. We're alive tonight, hearts on fire.